ഹായ് ഓൾ. വർഗവും വർഗമൂലവും PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പലപ്പോഴും ഒരു സംഖ്യയുടെ വർഗം തന്നിട്ട് വർഗമൂലം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അത് 5 അക്ക സംഖ്യയാകാം, 4 അക്ക സംഖ്യയാകാം. 3 അക്ക സംഖ്യയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ 4 അക്കവും 5 അക്കവും വരുമ്പോൾ ഏതെങ്കിലും ട്രിക്ക് അതിനായിട്ടുണ്ടോ എന്ന് നമുക്കിവിടെ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഇവിടെ പറയുന്നത്. ഇത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറാണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ വർഗം. ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് സ്ക്വയറാണ്. വർഗമൂലമാണെങ്കിൽ സ്ക്വയർ റൂട്ട്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ 4 എന്ന സംഖ്യയുടെ സ്ക്വയർ വർഗമാണ് 4 × 4, 4 സ്ക്വയർ 16. 16 4 എന്ന സംഖ്യയുടെ വർഗം. സ്ക്വയർ 16. ആ 16ൻ്റെ വർഗമൂലമാണ് സ്ക്വയർ റൂട്ടാണ് 4. 16 ഇങ്ങനെ എഴുതിയാൽ വർഗമൂലം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 4. ഇവിടെ 4 × 4 നിന്ന് ഒരു 4 പുറത്തോട്ട് വരുന്നു. അങ്ങനെ നമുക്ക് വർഗമൂലം കിട്ടുന്നു. ഇത് മനസ്സിലാക്കി വെക്കുക. അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വർഗത്തിൻ്റെ അവസാന അക്കം എപ്പോഴും ഈ പറയുന്ന 6 സംഖ്യകളായിരിക്കും. ഒരിക്കലും ഒരു വർഗം 2ലോ 3ലോ 7ലോ 8ലോ അവസാനിക്കുകയില്ല. എപ്പോഴും ഈ 6 അക്കങ്ങളിൽ മാത്രമേ ഒരു വർഗം അവസാനിക്കുകയുള്ളൂ. നോക്കിയാൽ മനസ്സിലാവും. ഇതിലെങ്ങുമേ 2, 3, 7, 8 ഉണ്ടാകില്ല. അത് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. 2, 3, 7, 8 ഒരിക്കലും ഒരു വർഗത്തിലും വരില്ല എന്ന് ഓർത്ത് വെക്കുക. ഈ 6 സംഖ്യകളിൽ തന്നെ 0 വർഗത്തിൻ്റെ അവസാനമെങ്കിൽ വർഗമൂലത്തിൻ്റെ അവസാനവും 0 1 വർഗത്തിൻ്റെ അവസാനമെങ്കിൽ ഇവിടെ 1 നോക്കാം. പിന്നെ 9. 1 അവസാനമെങ്കിൽ 1 അല്ലെങ്കിൽ 9 വരുന്നു. 1, 9, 10. അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയാണ് ഈ 10 എന്ന് പറഞ്ഞത്. ഇനി 4 നോക്കാം. വർഗത്തിൻ്റെ അവസാനം 4 വരുന്നത് എവിടെയൊക്കെയാണ്? 8ലൊരു 4 അവസാനം വരുന്നത്. പിന്നെ 2ലും 4 അവസാനം വരുന്നത്. അപ്പോൾ 2ൻ്റെയും 8ൻ്റെയും 2ഉം 8ഉമായിരിക്കും 4ൽ അവസാനിക്കുന്ന വർഗങ്ങളുടെ വർഗമൂലം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെയും 2ഉം 8ഉം 10. ഈ 10 എന്ന് പറയുന്നത് ഓർത്തിരിക്കാനാണ്. നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ 2 മാത്രമേ വരുള്ളൂ. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ 10ൽ നിന്ന് കുറച്ചാൽ മതി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 5 ആണെങ്കിൽ 25ൽ മാത്രം 5ൽ അവസാനിക്കുന്നതിൽ 5 മാത്രമേ അവസാന അക്കമായിട്ട് വരികയുള്ളൂ. ഇവിടെ 10 വരാനായിട്ട് 5 + 5 എന്ന് വേണമെങ്കിൽ എക്സാമ്പിൾ നോക്കാം. 5ഇല്ല, 10 എന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് 6 സ്ക്വയറിൻ്റെ അവസാനമെങ്കിൽ അവിടെയും 2 പോസിബിലിറ്റിയാണ്. 4 അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിൽ 6 വരാം. അതോടൊപ്പം തന്നെ 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറും 6 വരാം. അതാണ് ഈ 4ഉം 6ഉം. 4ഉം 6ഉം 10. ഇനി അടുത്തത് 9ൽ അവസാനിക്കുന്ന സ്ക്വയറുകൾ അല്ലെങ്കിൽ വർഗങ്ങൾ. 9ൽ അവസാനിക്കുന്നത് ഇവിടെ 3 ഉണ്ട്, പിന്നെ 7 ഉണ്ട്. അപ്പോൾ വർഗം 9ൽ അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ വർഗമൂലത്തിൻ്റെ അവസാനം 3 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇവിടെയും 7ഉം 3ഉം 10 വരുന്നുണ്ട്. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് 10ൽ നിന്ന് കുറച്ചാൽ മൈൻഡിലോട്ട് അടുത്ത സംഖ്യ ഓർത്ത് വരും. ഇത് ബേസാണ്. ഇനി നമുക്ക് ട്രിക്കിലോട്ട് പോവാം. 4 അക്ക സംഖ്യകൾ വരുന്ന വർഗമൂലം കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഈ പെട്ടി മൈൻഡിൽ വേണം. ആദ്യത്തെ എക്സാമ്പിൾ ഒരു 4 അക്ക സംഖ്യ വർഗമൂലം കാണാനായിട്ട് നമ്മളുടെ മുന്നിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു പുറകിലും ഒരു 2 സംഖ്യകൾ, മുന്നിലും 2 സംഖ്യകൾ. ഇവിടെ അവസാനിക്കുന്നത് 6ലാണ്. 6ൽ അവസാനിക്കുമ്പോൾ ഏതൊക്കെയാണ് പോസിബിലിറ്റീസ്, സാധ്യത? 4ഉം
6. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ 4ഉം 6ഉം. ഒരുപക്ഷെ ചിലപ്പോൾ സംഖ്യ 6-ലാകാം, ചിലപ്പോൾ 4-ലാകാം. നമുക്ക് അവസാനത്തെ അക്കം അങ്ങനെ കിട്ടി. ഇനി അതിന് മുന്നേ ഒരക്കം കൂടി ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ സെറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് എടുക്കാം. 29 എടുത്തു. 29ന് തൊട്ട് മുന്നേ ഉള്ള സ്ക്വയർ ഏതാ? 25 5ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുമ്പോൾ 36 പോകും. അപ്പോൾ അതല്ല, 25. അപ്പോൾ 5. ഈ 5 എടുത്ത് ഇവിടെ 2 കൊടുത്തും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് 2 ആൻസേഴ്സ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നറിയാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 5 കിട്ടിയല്ലോ. ഈ 5ൻ്റെ അടുത്ത സംഖ്യ എടുക്കുക. 5 × 6 6 ഗുണിക്കുമ്പോൾ നമുക്ക് 30 കിട്ടി. ഉദാഹരണത്തിന് എടുക്കുക. ഇവിടെ 30 ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ സംഖ്യ 29. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 29 രൂപയുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ രൂപയുമായി കടയിൽ പോയി നോക്കുമ്പോൾ 30 രൂപയാണ് സാധനത്തിന്. അപ്പോൾ വില കൂടുതലായതുകൊണ്ട് വില കുറഞ്ഞ സാധനം ഈ 4ഉം 6 നോക്കുകയാണെങ്കിൽ അതിൽ കുറവ് 54. 54 ആൻസർ. അങ്ങനെ ഓർത്ത് വെക്കുക. 29 രൂപ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കടയിലെ സാധനത്തിന് 30 രൂപയായതുകൊണ്ട് നമ്മൾ ചെറിയ വില കുറഞ്ഞ സാധനം വാങ്ങി. 54 ആൻസർ. ഇതേ ട്രിക്ക് നമുക്ക് അടുത്തതിൽ ഉപയോഗിക്കാം. 41 62 സ്പ്ലിറ്റ് ചെയ്തു. 1 അവസാനിക്കുമ്പോൾ ഏതൊക്കെ സാധ്യതകളാണ്? 1 ഇവിടെയുണ്ട്. 1 വരാം, 9 വരാം. 1 9 എഴുതി. അതിന് തൊട്ടപ്പുറത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ അപ്പുറത്തെ സെറ്റ് സംഖ്യയിലെ തൊട്ടുപുറകിൽ 62ന് തൊട്ട് താഴെ വരുന്ന സ്ക്വയർ ഏതാണ്? 7ൻ്റെ സ്ക്വയർ 49 ഉണ്ട്. 8ൻ്റെ സ്ക്വയർ 64 ഉണ്ട്. 64 വലുതാണ്, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. 79 70ൻ്റെ 7ൻ്റെ സ്ക്വയർ 49. 62നേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രണ്ടിടത്തും 7 ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഉത്തരങ്ങളിലോട്ട് എത്തി. അതിലൊരെണ്ണമാണ് യഥാർത്ഥ ഉത്തരം. അത് കണ്ടുപിടിക്കാൻ ഇവിടെ 7 എഴുതിയല്ലോ. 7ൻ്റെ അടുത്ത സംഖ്യയായ 8 കൊണ്ട് ഗുണിച്ച് 56 കിട്ടി. ഇപ്പോൾ 56 ഉണ്ട്, 62 ഉണ്ട്. എൻ്റെ കയ്യിൽ 62 രൂപയുണ്ട്. കടയിൽ പോയി നോക്കുമ്പോൾ 56 രൂപ. വിലക്കുറവാണ്. വിലക്കുറവായതുകൊണ്ട് തന്നെ കൂടിയ സാധനം ഞാൻ എടുത്തു. 79. അങ്ങനെ തന്നെ മനസ്സിലാക്കി എക്സാമ്പിളായിട്ട് എടുക്കുക. ഒരിക്കലും തെറ്റില്ല. അടുത്ത സംഖ്യ നോക്കാം. 49 ആണെങ്കിൽ 9 അവസാനം വരാൻ ഏതൊക്കെയാണ് സാധ്യതകൾ? 2 സാധ്യതകളുണ്ടാവും. 3ഉം 7ഉം. ആ 3ഉം 7ഉം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇപ്പുറത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ 86ന് തൊട്ട് മുന്നേയുള്ള വർഗം 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ 100 പോവും. അപ്പോൾ 10ൻ്റെ 100 എടുക്കാൻ പറ്റില്ല. ഈ 9 ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ വലുതാണ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 9ഉം 9 കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന സംഖ്യയായ 10ഉം കൂടിയും ഗുണിക്കുന്നു. 90. ഇനി എന്താ? ഇനി ആ എക്സാമ്പിൾ നോക്കണം. എൻ്റെ കയ്യിൽ 86 രൂപയുണ്ട്. കടയിൽ ചെന്ന് നോക്കിയപ്പോൾ 90 രൂപയാണ്. കയ്യിൽ പൈസ കുറവായതുകൊണ്ട് തന്നെ വില കുറഞ്ഞ സാധനം വാങ്ങി. 93 രൂപയുടെ സാധനം വാങ്ങി. ചെറുത് തിരഞ്ഞെടുത്തു. 93 അവിടെ ഉത്തരം വരുന്നത്. അടുത്തത് നോക്കാം. ഇത് നോക്കിയിട്ട് അത് പോവാം. 25ഉം 42ഉം. 25 ആയതുകൊണ്ട് തന്നെ അവസാനം 5 ഇവിടെയും 5 വരുന്നു. കാരണം 5ന് 5 മാത്രമല്ലേ വരുള്ളൂ. ഇനി 42ന് താഴെയുള്ള സ്ക്വയർ ഏതാണ്? 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല വലുതായതുകൊണ്ട്. ചെറിയ സംഖ്യ 6 ആയതുകൊണ്ട് ഇവിടെ രണ്ടിടത്ത് ഞാൻ 6 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉത്തരം 2 എണ്ണത്തിലോട്ട് വന്നു. 5ൻ്റെ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. 5ന് എപ്പോഴും ഒരെണ്ണം മാത്രമേ വരുള്ളൂ. കാരണം ഇവിടെ രണ്ടിടത്തും 5. അപ്പോൾ 5ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ എപ്പോഴും
നമുക്ക് വീണ്ടും കയ്യിലെ രൂപയും കടക്കണക്കും വെച്ച് പോകണ്ട. 5 എഴുതാം. തൊട്ടടുത്ത വർഗം നോക്കാം, അതെടുത്ത് ഇവിടെ എഴുതാം. 5 ആണെങ്കിൽ കുറച്ച് ഈസിയാണ്. നമുക്ക് അടുത്ത് ചെയ്യാം. 77ഉം 44 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. 4 അവസാനിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് 2 സാധ്യതകൾ? 4 അവസാനിക്കുമ്പോൾ 2ഉം 8ഉമാണ് സാധ്യതകൾ. ഞാൻ 2 എഴുതി, 8 എഴുതി. ഇനി അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് 77 അല്ലേ ഇവിടെ? 77ന് തൊട്ട് താഴെയുള്ള വർഗ്ഗം ഏതാ? 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ വരുമ്പോൾ 81 വരും, അതെടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ 2 കൊടുത്തും 8 ഫില്ല് ചെയ്തു. നമ്മുടെ ഉത്തരം 2 എണ്ണത്തിലേക്ക് ചുരുങ്ങി. ഇനി ഈ 2 എണ്ണത്തിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഈ 8ൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയായ 9 കൊണ്ട് ഗുണിച്ചു 72 രൂപ കിട്ടി. നമ്മുടെ കയ്യിൽ 77 രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. അതുമായി കടയിൽ ചെന്ന് നോക്കിയപ്പോൾ സാധനത്തിന് 72 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉള്ള കാരണം നമ്മൾ വില കൂടിയ സാധനം വാങ്ങി. 88 ഇവിടെ ആൻസർ. 1-2 തവണ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ട്രിക്ക് മൈൻഡിൽ ഓർത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് 5 അക്കങ്ങളിലേക്ക് നോക്കാം. 5 അക്ക സംഖ്യകൾ ചെയ്യുമ്പോൾ ഇതിനെ 2 3 സ്പ്ലിറ്റ് ചെയ്യാം. ബാക്കി എല്ലാ പ്രൊസീജിയറും 4 അക്ക സംഖ്യകളുടെ തന്നെയാണ്. 1 അവസാനിക്കുന്നത് കൊണ്ട് ഏതൊക്കെ വരാം? 2 സാധ്യതകളാണ്. 1ഉം 9ഉം. അവിടെ 1 9 എഴുതി കൊടുക്കും. ഇനി അപ്പുറത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഈ 146 നോക്കുക. 146 താഴെയുള്ള സ്ക്വയർ ഏതാണ്? 12ൻ്റെ സ്ക്വയർ 144 13ൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ 169 ആവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാനിവിടെ 12 ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി 2 ഉത്തരങ്ങളിലോട്ടെത്തി. അതിൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ 12ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 13 കൊണ്ട് ഗുണിക്കുന്നു. 156. ഇനി നോക്കുക, നമ്മളുടെ എൻ്റെ കയ്യിൽ 146 രൂപയുണ്ട്. കടയിൽ പോയി നോക്കിയപ്പോൾ 156 രൂപയാണ് വില. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ. അപ്പോൾ ചെറിയ സാധനം വാങ്ങുന്നു. 121. അടുത്തത് നോക്കാം. അവസാനം 2 അക്കങ്ങളും പിന്നീടുള്ള 3 അക്കങ്ങളും 2 ഭാഗങ്ങളാക്കിയാൽ ഇത് 5ൻ്റെ ആയതുകൊണ്ട് വളരെ ഈസിയാണ്. ഒരെണ്ണം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 5 എന്നിട്ടു. കാരണം 5ൽ 5 മാത്രമേ വരുള്ളൂ. പിന്നെ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ താഴെയുള്ള വർഗ്ഗം, ഇവിടെയും 12ൻ്റെ സ്ക്വയർ 144. 13 എടുക്കുകയാണെങ്കിൽ 169 വരും, അതെടുക്കണ്ട. അപ്പോൾ ഇവിടെ 12 ഫില്ല് ചെയ്ത് കൊടുത്തു. അതാണ് നമ്മുടെ ഉത്തരം. 5ൻ്റെ വളരെ ഈസിയാണ്. അടുത്തത് ചെയ്യാം. ഇവിടെ 21 193 2 സംഖ്യകൾ 1 അവസാനിക്കുന്നത് കൊണ്ട് തന്നെ 2 സംഖ്യകൾ സാധ്യതയുണ്ട്. 1 അവസാനിക്കുമ്പോൾ 1 വരാം, 9 വരാം. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. 1 9. ഇനി അതിന് തൊട്ട് മുന്നേയുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ഈ 193 പിടിക്കുക. 193 വരുമ്പോൾ 13ൻ്റെ സ്ക്വയർ 169. 14ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 196. അതെടുക്കണ്ട. കാരണം 193 ചെറിയ സംഖ്യയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 13 ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മൾ 2 ഉത്തരങ്ങളിലേക്ക് എത്തി. ഇനി ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 13ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 14 കൊണ്ട് ഗുണിക്കുന്നു. ഉത്തരം 182 വരുന്നു. ഇവിടെ നോക്കുക, എൻ്റെ കയ്യിൽ 193 രൂപയുണ്ട്. കടയിൽ പോയി നോക്കുമ്പോൾ 182 രൂപയാണ് സാധനത്തിന്. അതായത് വില കുറവാണ്. വില കുറവാണെങ്കിൽ വില കൂടിയ സാധനം എടുക്കുന്നു. 139 ഇതിൻ്റെ ആൻസർ. അടുത്തത് നോക്കാം. 2 നമ്പറിൽ നിന്നും 3 നമ്പറിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യുക. അവസാനം 6 ആയതുകൊണ്ട് തന്നെ 2 സാധ്യതകൾ 4ഉം 6ഉം. 4 6 ഇട്ട് കൊടുത്തു. മറ്റേ സംഖ്യ, തൊട്ടടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ ഈ 108നെ 3 എണ്ണത്തിൻ്റെ സെറ്റ് പിടിച്ചിട്ട് 108ന് താഴെയുള്ളത് 10ൻ്റെ സ്ക്വയർ 100. 11 പോയിട്ടുണ്ടെങ്കിൽ 121 ആവും. അപ്പോൾ അതല്ല. ഞാനിവിടെ 10 ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മൾക്ക് 2 ഉത്തരങ്ങളായി. അതിൽ നിന്നും ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നറിയാൻ ഈ 10ൻ്റെ ഒപ്പം
അടുത്ത സംഖ്യയായ 11 110 വരുന്നു. എൻ്റെ കയ്യിൽ 108 രൂപയുണ്ട്. 110 കടയിലെ സാധനത്തിൽ വില. അങ്ങനെയെങ്കിൽ വില കൂടുതലാണ്. അപ്പോൾ വില കുറഞ്ഞ സാധനം വാങ്ങുന്നു. 104. അടുത്ത് ചെയ്ത് നോക്കാം. 64 585 സ്പ്ലിറ്റ് ചെയ്തു. 4 അവസാനിക്കുന്നത് എവിടെയാണ്? 2ഉം 8ഉം വരും. 2 8 എഴുതി. അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ 585. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576. 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ 25 എടുക്കണ്ട. 24 എടുത്ത് ഞാൻ ഇവിടെ 2 കൊടുത്തും 24 എഴുതി കൊടുത്തു. 2 ഉത്തരങ്ങളായി. അതിലേതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഈ 24 എഴുതിയതിൻ്റെ അടുത്ത സംഖ്യയായ 25 കൊണ്ട് ഗുണിക്കുന്നു. 600 കിട്ടുന്നു. കടയിലെ സാധനത്തിൻ്റെ വില 600 രൂപ. എൻ്റെ കയ്യിൽ 585 രൂപയുണ്ട്. കടയിലെ സാധനത്തിന് 600 രൂപയാണ്. വില കൂടുതലായതുകൊണ്ട് വില കുറഞ്ഞ സാധനം വാങ്ങി. അപ്പോൾ 242 242 ചെറുതാണ് ഉത്തരം. ഈസി മെത്തേഡാണ്. 1-2 തവണ നിങ്ങൾ ഇതേ സംഖ്യകൾ, ഈ 5 സംഖ്യകളും ഈ 5 സംഖ്യകളും എടുത്ത് പ്രാക്ടീസ് സ്വയം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് വഴങ്ങും. ഈസി ട്രിക്കാണ്. പരീക്ഷകൾക്ക് ഈ 5 അക്ക സംഖ്യകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.